ഏവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ജനീവയിൽ വെച്ച് വ്യാഴാഴ്ച അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന ചർച്ചയിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പൊളിച്ചു നീക്കണമെന്നും യുറേനിയം ശേഖരം വിദേശത്തേക്ക് മാറ്റണമെന്നുള്ള അമേരിക്കയുടെ കർശനമായ ആവശ്യങ്ങൾ ഇറാൻ തള്ളിക്കളഞ്ഞതോടെ അമേരിക്ക ആകെ കണ്ണും തള്ളിയിരിപ്പാണ്. മാത്രമല്ല, അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന ചർച്ചകളിൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ വിഷയം ചർച്ച ചെയ്യരുത് എന്നാണ് ടെഹ്റാൻ അമേരിക്കയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അഥവാ അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഇനി ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കേണ്ടതില്ല എന്ന താക്കീതും ഇറാൻ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്. ജനീവ ചർച്ചയുടെ പുരോഗതി അനുസരിച്ചാവും ഇറാനെ അടിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസമാണ് ട്രംപ് പറഞ്ഞത് എന്നോർക്കണം. ട്രംപ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇന്നലെ രാത്രി തന്നെ ഇറാനെ അടിക്കേണ്ടതായിരുന്നു. ഇതാണ് അമേരിക്ക ഇറാനെ അടിക്കാൻ ധൈര്യപ്പെടില്ല എന്ന് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ഇറാൻ അമേരിക്കയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്നൊന്നും ആണവ ബോംബ് ഇതിനകം തന്നെ അവർ സ്ഥാപിക്കുകയോ അതല്ലെങ്കിൽ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും വൈസ് പ്രസിഡന്റ് JD വാൻസും മാധ്യമ പ്രവർത്തകരോട് പറയുന്നത്. ഇറാന്റെ ആണവായുധങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളും മിഡിൽ ഈസ്റ്റിലെ US ആസ്തികൾക്ക് മാത്രമല്ല, അമേരിക്കൻ ഐക്യനാടുകളിൽ എത്താൻ കഴിയുന്ന ആയുധങ്ങൾ വികസിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെന്നും അതെല്ലാം അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്നുമാണ് മാർക്ക് റൂബിയോ പറയുന്നത്. ഈ മാർക്ക് റൂബിയോ ഇങ്ങനെ പറയുമ്പോൾ അമേരിക്ക ഇറാനെ എത്ര ഭയക്കുന്നു എന്ന ചർച്ചകളാണ് മീഡിയകളിൽ നടക്കുന്നത്. ആണവ പദ്ധതിക്ക് പുറമെ അമേരിക്കയെ ആക്രമിക്കാനും അമേരിക്കക്കാരെ ആക്രമിക്കാനും മാത്രം രൂപകൽപ്പന ചെയ്ത പരമ്പരാഗത ആയുധങ്ങൾ ഇറാന്റെ കൈവശമുണ്ടെന്ന് മാത്രമല്ല, യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ എത്താൻ കഴിയുന്ന ആയുധങ്ങൾ ഇറാൻ ഇതിനകം തന്നെ കൈവശം വെച്ചിട്ടുണ്ട് എന്ന ഭയം യൂറോപ്പിലും അമേരിക്കയിലും ഇപ്പോൾ വല്ലാതെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്കയുമായി ചേർന്നുകൊണ്ട് ഇറാനെ പ്രത്യക്ഷമായി ആക്രമിക്കാൻ യൂറോപ്യൻ യൂണിയന് ഇപ്പോൾ താല്പര്യമില്ല. യുദ്ധത്തിൽ പങ്കുചേരില്ല എന്ന് ബ്രിട്ടൻ നേരത്തെ തന്നെ അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. ഭയം തന്നെ ഇതിന് കാരണം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ അതല്ലെങ്കിൽ യൂറോപ്പിനോ ഇറാന്റെ ആയുധശക്തിയുടെ വ്യാപ്തിയെക്കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്തതാണ്. കഴിഞ്ഞ വർഷം ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ആദ്യം പിന്നോട്ട് വലിഞ്ഞതിന് ശേഷം ക്രമേണ ആക്രമണത്തിൻ്റെ തോത് വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയാണ് ഇറാൻ ചെയ്തത്. അത് മഴ പോലെ വർദ്ധിച്ചു വന്നപ്പോൾ തങ്ങളുടെ രാജ്യത്ത് കയറി മേയുന്ന ഇറാൻ മിസൈലുകളെ ഭയന്ന് ബങ്കറുകളിൽ ഒളിക്കാനേ അന്ന് ജൂത സൈനിസ്റ്റുകൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇറാന്റെ ആക്രമണ രീതി എങ്ങനെയായിരിക്കും എന്ന് ഇവർക്കാർക്കും ഊഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. അതാണ് ഇപ്പോൾ യുദ്ധ തടസ്സമായി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മുന്നിലുള്ളത്. അല്ലെങ്കിൽ അമേരിക്ക കരാർ എന്ന് പറഞ്ഞ് ഇറാന്റെ പിന്നാലെ നടക്കാതെ പണ്ടേ ഇറാനെ അടിച്ച് മരുഭൂമിയാക്കിയാനെ. തന്നെയുമല്ല, ഇറാന്റെ പരമോന്നത ലീഡറായ ആയത്തുള്ള അലി ഖാംനെയുമായി നേരിട്ട് ചർച്ച വേണമെന്ന് ട്രംപ് പറഞ്ഞിട്ടും അദ്ദേഹം അതിന് തയ്യാറായില്ല. കാരണം അങ്ങനെ ഒരു ചർച്ച ചതിക്ക് വേണ്ടിയാണെന്ന് ഇറാന്റെ നേതൃത്വത്തിന് അറിയാം. കാരണം അമേരിക്കയെയും ഇസ്രായേലിനെയും വിശ്വസിക്കുന്നവർ ചതിക്കപ്പെടുമെന്ന് രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ഈ വിശ്വാസക്കുറവുണ്ടായത് സദാം ഹുസൈനെ ചതിച്ചതിന് ശേഷമാണ്. അതുകൊണ്ട് ഇത്തരം ആൾക്കാരെ ഒരു ചർച്ചയ്ക്ക് അമേരിക്കയോ ഇസ്രായേലോ വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവർ നേരിൽ വരില്ല. ഇപ്പോൾ ജനീവയിൽ വെച്ച് ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം അടുത്ത ഘട്ട ചർച്ചകൾ വിയന്നയിൽ വെച്ച് ഉടൻ നടക്കുമെന്ന സൂചന നൽകിയിട്ടാണ് അമേരിക്ക തടി തപ്പിയിട്ടുള്ളത്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നീക്കത്തിന് മടിക്കില്ലെന്ന് ട്രംപ് ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ അമേരിക്ക തങ്ങളെ അടിച്ചാൽ ഈ മിഡിൽ ഈസ്റ്റിലുള്ള മുഴുവൻ അമേരിക്ക സൈനിക താവളങ്ങളും തകർക്കുമെന്ന ഭീഷണി ഇറാന് മുഴക്കിയിട്ടുണ്ട്. തന്നെയുമല്ല, മിഡിൽ ഈസ്റ്റിൽ നങ്കൂരമിട്ടിട്ടുള്ള അമേരിക്കൻ യുദ്ധക്കപ്പലുകളെയും തകർക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചർച്ച ഇങ്ങനെ വലിച്ചു നീട്ടിയും ചുമ്മാ ഭീഷണിപ്പെടുത്തിയും സംസാരിച്ചുമൊക്കെ യുദ്ധത്തെ ഇങ്ങനെ വലിച്ചു നീട്ടി അടുത്ത ഒരു ഓപ്ഷൻ കിട്ടുന്നത് വരെ ഇതിനെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുക എന്നുള്ള ഒരു തന്ത്രമാണ് ട്രംപ് ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഏതായാലും ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.